അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വാശ്രയത്വം നേടുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഇസ്ലാം വളരെ ശക്തമായി ഊന്നി പറയുന്നുണ്ട്. മനുഷ്യരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായ തൊഴിൽ കണ്ടെത്തണം. മറ്റൊരാളുടെ ജീവിത രീതി കണ്ട് അസ്വസ്ഥരാകുകയോ അസൂയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യരുത്. കാരണം മനുഷ്യരെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വ്യത്യസ്തമായ കഴിവുകളോട് കൂടിയാണ്. അള്ളാഹു പറയുന്നു, വറഫഅനാ ബഅദഹും ഫൗക ബഅദ് ദറജാത്തിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ. അവരിൽ ചിലർക്ക് ചിലരെ കീഴാളരാക്കി വെക്കത്തക്കവണ്ണം അവരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ഉപരി നാം പല പടികൾ ഉയർത്തിയിരിക്കുന്നു. ഈ വചനം സൂചിപ്പിക്കുന്നത് മനുഷ്യർ പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടതിനായി വ്യത്യസ്ത കഴിവുകളും പദവികളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഒരാൾ തൻ്റെ സഹോദരന് ലഭിച്ച അനുഗ്രഹം കണ്ട് ദുഃഖിക്കേണ്ടതില്ല. പകരം തനിക്കുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഉപജീവനം തേടുകയാണ് വേണ്ടത്. അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ പ്രവാചകന്മാരാണ്. അവർ പോലും പലതരം ജോലികളിൽ ഏർപ്പെട്ടാണ് ജീവിതം നയിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ ആടുമേയ്ക്കലിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് പണിയിൽ ഏർപ്പെട്ട പ്രവാചകനായിരുന്നു. മൂസ അലൈഹിസ്സലാം മദീനയിലെ ജീവിതകാലത്ത് 8-10 വർഷം ആടുകളെ മേച്ചിട്ടുണ്ട്. സക്കരിയ അലൈഹിസ്സലാം ആശാരിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു. ആഹാരത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഒരു മനുഷ്യന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി ഭക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാതൃകകൾ വ്യക്തമാക്കുന്നത് അധ്വാനത്തിലൂടെയുള്ള വരുമാനം ഒരു കുറച്ചിലല്ല, മറിച്ച് അത് ആരാധനയുടെയും മാന്യതയുടെയും വഴിയാണ് എന്നതാകുന്നു. ശേഷിയുണ്ടായിട്ടും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നതിനെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നുണ്ട്. കാരണം യാചന ആത്മാഭിമാനത്തെ നശിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ കഴിവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. കഠിനമായ തൊഴിൽ പോലും യാചനയേക്കാൾ ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ യാചിക്കാതെ കയറുമെടുത്ത് മലയിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്നതാണ് മനുഷ്യരോട് യാചിക്കുന്നതിനേക്കാൾ അവൻ ഉത്തമം. അധ്വാനിക്കാൻ കഴിവുണ്ടായിട്ടും യാചിക്കുന്നവർക്ക് പരലോകത്ത് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, യാചിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു മാംസകഷ്ണം പോലും ഉണ്ടായിരിക്കുകയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് കഠിനമായ കടത്തിലകപ്പെടുക, അല്ലെങ്കിൽ ഒരാൾ ജീവൻ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്, അതിയായ ദാരിദ്ര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് 3 പേർ സാക്ഷ്യപ്പെടുത്തിയാലാണ് ഒരാൾക്ക് യാചിക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നുള്ളൂ. ചുരുക്കത്തിൽ തൻ്റെ കഴിവുകളിൽ തൃപ്തനായി അധ്വാനത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തി സ്വാശ്രയത്വം നേടുന്നവനാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.